ഇനി ഞങ്ങൾ ശ്രീകാക്കുളം ശ്രീ മുഖലിംഗ ക്ഷേത്രം കാണാനാണ് പോയത്. ആന്ധ്രാപ്രദേശിലെ ശ്രീകാക്കുളം ജില്ലയിലെ ജലമുരു മണ്ഡലത്തിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് ശ്രീ മുഖലിംഗം. ശ്രീകാക്കുളം പട്ടണത്തിൽ നിന്ന് 48 കിലോമീറ്ററും വിശാഖപട്ടണത്തിൽ നിന്ന് 160 കിലോമീറ്റർ ദൂരവും ഉണ്ട്. ഈ ക്ഷേത്രം രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 8:30 വരെയുമാണ് ഇതിൻ്റെ ദർശന സമയം. എട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ 11-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ മധുകേശ്വര, സോമേശ്വര, ഭീമേശ്വര എന്നീ 3 ശിവക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമാണ് മുഖലിംഗ ക്ഷേത്രം. മൂന്ന് ക്ഷേത്രങ്ങളിൽ ആദ്യത്തെ ക്ഷേത്രമാണ് ഇത്, സോമശേഖര ക്ഷേത്രം. ഇത് പ്രവേശന കവാടത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്ഥലപുരാണമനുസരിച്ച് ശബരന്മാർ, അതായത് ആദിവാസികളായി ഇവിടെ ജനിച്ച ഗന്ധർവന്മാരെ പുനർജീവിപ്പിക്കാൻ ഭഗവാൻ ശിവൻ ഇവിടെ മധുകര മരത്തിൽ അവതരിച്ചു, അതായത് വീപ്പമരത്തിൽ. അതിനാൽ ഭഗവാനെ മധുകേശ്വരൻ എന്ന് പറയുന്നു. ഇത് ഭീമേശ്വര ക്ഷേത്രം. പ്രധാന ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രൗഢി വളരെ ലളിതമാണ്. ശ്രീ മുഖലിംഗം പേര് സൂചിപ്പിക്കുന്നത് പോലെ ഭഗവാന്റെ മുഖമുള്ള ശിവലിംഗമുള്ള ശിവക്ഷേത്രത്തിന് പ്രസിദ്ധമാണ്. പൊതുവെ ശിവലിംഗങ്ങൾക്ക് മുഖത്ത് കൊത്തുപണിയില്ല. അതിനാൽ ശ്രീ മുഖലിംഗത്തിലെ ക്ഷേത്രം മറ്റ് ശിവക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതിനെ ദക്ഷിണ കാശി എന്നും പറയപ്പെടുന്നു. ഈ മുഖലിംഗം കിഴക്കൻ ഗംഗ രാജവംശത്തിന്റെ പഴയ തലസ്ഥാനമായിരുന്നു. കിഴക്കൻ ഗംഗ രാജാവായ കമരനാഭ ദേവ രണ്ടാമനാണ് മുഖലിംഗത്തിന്റെ പ്രധാന ക്ഷേത്രം പണികഴിപ്പിച്ചത്. ചരിത്രപരമായി കലിംഗ നഗരി എന്നറിയപ്പെടുന്ന മുഖലിംഗം 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ കിഴക്കൻ ഗംഗ രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു.
ഒറീസ ബോർഡർ ആയതുകൊണ്ട് ക്ഷേത്രത്തിന് ഒറീസയിലെ പുരി ക്ഷേത്രത്തിന്റെ മാതൃകയാണ്. ഈ ക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുകയും പൈതൃക കേന്ദ്രങ്ങളായി പരിപാലിക്കുകയും ചെയ്യുന്നു. ചുവരുകളിൽ ദക്ഷിണാമൂർത്തി, ബ്രഹ്മാവ്, നരസിംഹം എന്നിവരുടെ ചിത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ അതിമനോഹരമായി കൊത്തിയെടുത്ത ശില്പങ്ങളാണ്. ഇനി ഞങ്ങൾ ശ്രീകാക്കുളം ജില്ലയിലെ ശ്രീ കൂർമ്മ ക്ഷേത്രത്തിലേക്കാണ് പോയത്.